പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം, കഴിഞ്ഞ ദിവസം എനിക്ക് അജ്മീറിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജയ്പൂരിലേക്കുള്ള യാത്രയിൽ ഒരു പെൺകുട്ടിയുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. 23 വയസ്സുള്ള പെൺകുട്ടി. അവർ യാത്ര ചെയ്യുന്ന സമയത്ത് 3 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു. ആ യാത്രയിൽ ഞങ്ങൾ പല വിഷയങ്ങൾ സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, അവർ ഈ നാട്ടിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം. ഇവിടെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും വിദേശത്തേക്കുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുത്ത് പോകണം. അതാണ് അവരുടെ ആഗ്രഹം. അതുമായി ബന്ധപ്പെടുത്തി എനിക്ക് പരിചയമുള്ള ഏജൻസികൾ, എൻ്റെ അഭിപ്രായം, ഏത് രാജ്യത്ത് ഏത് തരത്തിലുള്ള കോഴ്സുകളാണ് ബെറ്റർ, ഇതെല്ലാം അവരോട് സംസാരിച്ചു. ഈ ഏറ്റവും മികച്ച കോഴ്സുകൾ, ഏറ്റവും മികച്ച രാജ്യം, ഇതെല്ലാം സംസാരിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞ 4 കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ നിന്നും അവർ പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, അവർ പറഞ്ഞത് ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കളെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. കാരണം ഈ രാജ്യം എന്നത് ലോകത്തിലെ ഏറ്റവും സമ്പത്തുള്ള രാജ്യമാണ്. യുവാക്കൾ ഏറ്റവും കൂടുതലുള്ള ലോകത്തിലെ 1ാമത്തെ രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം. എന്നിട്ടും ഇവിടുത്തെ ഭരണാധികാരികൾ യുവാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നു, പൊള്ളയായ പ്രതീക്ഷകൾ നൽകുന്നു, ഇല്ലാത്ത വികസന ചിത്രങ്ങൾ വരച്ചു വെച്ച് ഇവിടുത്തെ യുവാക്കളെ പറ്റിക്കുകയാണ്. എല്ലാ യുവാക്കളും മൊബൈൽ ഫോണിൽ സമയം ചെലവഴിച്ചുകൊണ്ട് അവരുടെ ഭാവി നാളെ എങ്ങനെയാണ് എന്നറിയാതെ, യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇവിടത്തെ രാഷ്ട്രീയ നേതാക്കളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ വിശ്വസിക്കരുത് എന്നാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യയിലെ 30 വയസ്സിൽ താഴെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനസമൂഹത്തോടാണ്. നിങ്ങൾ ഇവിടത്തെ തലമുതിർന്ന കടൽക്കിഴവന്മാരായ, നുണകൾ പറയുന്ന, മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന, എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എന്ന് നിയന്ത്രണങ്ങൾ വയ്ക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കളെ നിങ്ങൾ ഒരു കാരണവശാലും വിശ്വസിക്കരുത്. രണ്ടാമതായി അവർ പറഞ്ഞ കാര്യം, ഈ നാട്ടിലെ മാധ്യമങ്ങൾ വെറും നുണയന്മാരാണ് എന്നുള്ളതാണ്. ഈ മാധ്യമങ്ങൾ ആളുകളുടെ മുന്നിലോട്ട് മനുഷ്യർക്ക് യാതൊരു ഗുണവുമില്ലാത്ത വിഷയങ്ങളെ നിരത്തി വെച്ചുകൊണ്ട് സാധാരണക്കാരന്റെ പ്രൈം ടൈമുകളെ കൊള്ളയടിക്കുകയും അവരെ വഴിതിരിച്ചു വിടുകയുമാണ് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന്. പൊതുജനങ്ങൾക്ക് ഗുണപ്രദമായ, പൊതുജനങ്ങളുടെ ഭാവിയെ നിശ്ചയിക്കുന്ന ഒരു തരത്തിലുള്ള പിന്തുണയും ഇവിടുത്തെ മാധ്യമങ്ങൾ നൽകുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ വിശ്വസിക്കാൻ കൊള്ളരാത്തവരാണ് എന്നാണ് അവർ പറഞ്ഞ രണ്ടാമത്തെ വിഷയം. അതാണ് അവർ പറഞ്ഞത്, ഈ നാട്ടിൽ നിൽക്കാൻ ഞങ്ങൾക്ക് യാതൊരു പിന്തുണയുമില്ല എന്നുള്ളത്. ഓരോ ദിവസവും ബ്രേക്കിംഗ് ന്യൂസുകളായി, പ്രൈം ടൈം ചർച്ചകളായി ഇവിടുത്തെ യുവതയ്ക്ക് മുന്നിൽ വയ്ക്കുന്നത് യാതൊരുവിധ ഗുണവുമില്ലാത്ത, അവരുടെ ഭാവിയിൽ യാതൊരു വിധത്തിൽ സ്വാധീനവും ചെലുത്താത്ത, അവരുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ യാതൊരു വിധത്തിലും പിന്തുണയ്ക്കാത്ത സമീപനമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തുന്നതെന്ന് അതെനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അവർ പക്ഷെ എന്നോട് പറഞ്ഞത് തെളിവുകൾ സഹിതമാണെന്ന്. വെറും 23 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇത്രയും ചടുലതയോടെയും വ്യക്തതയോടെയും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, ഇത്രയും കാലം നമ്മൾ സംസാരിക്കാത്തൊരു വിഷയമാണല്ലോ ഇതെന്നാണ് ഞാൻ ആലോചിച്ചത്. മൂന്നാമത് അവർ പറഞ്ഞത്, ഈ നാട്ടിലെ ജാതി മത മേലധ്യക്ഷന്മാരെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളരാത്തവരാണെന്നാണ്. സമ്പത്ത് കുന്നുകൂട്ടിയിരിക്കുന്ന ഇവർ സുഖലോലുപതയുടെ അടിമകളാണ്. ഈ മതജാതി മേലധ്യക്ഷന്മാർ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നു, ദൈവികതയെ കുറിച്ച് സംസാരിക്കുന്നു, മോക്ഷത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സുഖ സൗകര്യങ്ങൾ, ഏറ്റവും മികച്ച ജീവിത സാഹചര്യങ്ങൾ അവരുടെ കൂടെയുള്ളവർ, അവരുടെ കുടുംബത്തിൽ ജീവിക്കുന്നവർ,
എല്ലാവരും അനുഭവിക്കുന്നു. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരന്റെ മുന്നിൽ അവർ ആത്മീയതയ്ക്ക് വേണ്ടി കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും ദൈവാനുഗ്രഹമായി പറഞ്ഞ് പറ്റിക്കുകയാണ്. എല്ലാ ജാതിയും എല്ലാ മതവും അവരുടെ മേലധ്യക്ഷന്മാരുടെ സുഖലോലുപതയ്ക്കും രാഷ്ട്രീയക്കാരോട് ചേർന്ന് നിന്ന് അധികാരം പങ്കിടാനുള്ള ആഗ്രഹത്തിനും വേണ്ടി ഇവിടത്തെ യുവാക്കളെയും ഇവിടത്തെ പുതിയ തലമുറയും നശിപ്പിച്ചു കളയുകയാണ് എന്നാണ് അവർ മൂന്നാമതിനോട് പറഞ്ഞത്. അവർ പറഞ്ഞത്, എനിക്ക് ഈ രാഷ്ട്രീയക്കാരെ വിശ്വസിക്കാൻ വയ്യ, എനിക്ക് ഈ മാധ്യമങ്ങളെ വിശ്വസിക്കാൻ വയ്യ, എനിക്ക് ഈ ജാതി മത മേലധ്യക്ഷന്മാരെ വിശ്വസിക്കാൻ വയ്യ. നാലാമത് അവർ പറഞ്ഞ കാര്യം, ഈ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യാതൊരുവിധ നിലവാരവുമില്ലാത്ത വിദ്യാഭ്യാസ രീതി, യാതൊരു വിധത്തിൽ ജോലി സാധ്യതയോ സാങ്കേതികമായ പിന്തുണയോ നൽകാത്ത വിദ്യാഭ്യാസ രീതി. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, +2 കഴിഞ്ഞതിന് ശേഷം, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം 3 ലക്ഷം രൂപ കൊടുത്ത് അവർ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അവർ പറഞ്ഞത്, വിദ്യാഭ്യാസത്തിനായി UG കോഴ്സിന് വേണ്ടി ചെലവാക്കിയ 3 ലക്ഷം രൂപയും 2,25,000 രൂപയും അവർക്ക് അഡ്മിഷൻ എടുത്ത എഡ്യൂക്കേഷൻ സംവിധാനത്തിന് യൂണിവേഴ്സിറ്റി കമ്മീഷനായി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വിഷമത്തോടെ അവർ പറഞ്ഞത്. ഈ കോഴ്സ് കഴിഞ്ഞിട്ടാണ് അവർ അറിയുന്നത് 75,000 രൂപയാണ് യൂണിവേഴ്സിറ്റി കോഴ്സിന് മേടിക്കുന്നുള്ളൂ. ബാക്കി 2,25,000 രൂപയും അഡ്മിഷൻ എടുത്തു കൊടുത്ത സ്ഥാപനത്തിന് വേണ്ടിയാണ് കൊടുത്തത്. ഈ കോഴ്സ് കഴിഞ്ഞിട്ടോ അവർക്കൊരു ജോലി കിട്ടാൻ യാതൊരുവിധ സാധ്യതയുമില്ല. അവർ വിഷമത്തോടെ പറഞ്ഞ 4 കാര്യങ്ങൾ: ഈ നാട്ടിലെ വിദ്യാഭ്യാസത്തെ എനിക്ക് വിശ്വസിക്കാൻ വയ്യ, ഈ നാട്ടിലെ മാധ്യമങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നില്ല, ഈ നാട്ടിലെ ജാതിമത രാഷ്ട്രീയക്കാർ അവരുടെ സ്വയം പ്രഖ്യാപിത താല്പര്യങ്ങൾക്കോ അപ്രഖ്യാപിത താല്പര്യങ്ങൾക്കോ വേണ്ടി ഇവിടത്തെ ജനങ്ങളെ ചതിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോകുന്നു. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം ഇന്ത്യയാണ്. യുവത്വം കൊണ്ടും ജനസംഖ്യ കൊണ്ടും യുവാക്കളെ 30 വയസ്സിൽ താഴെയുള്ള ഇന്ത്യയിലെ യുവാക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഈ നാട് നന്നാവില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഓടിപ്പോകുന്നതിന് പകരം ഈ നാട്ടിലെ സാധ്യതകളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ വിശ്വസിക്കേണ്ട, ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരെ നിങ്ങൾ കേൾക്കുകയേ വേണ്ട. പത്രമാധ്യമങ്ങളും മാപ്രകളെന്ന് വിളിക്കുന്ന ചാനലുകൾ നടത്തുന്ന പ്രൈം ടൈം ചർച്ചകൾ നിങ്ങൾ കേൾക്കേണ്ടതില്ല. അവരുടെ പ്രിന്റ് മീഡിയകൾ നിങ്ങൾ വില കൊടുത്ത് വാങ്ങേണ്ടതില്ല. പക്ഷേ സ്വന്തം തലച്ചോറിന് ഈ പറയുന്ന രാഷ്ട്രീയ ജാതിമത പത്രമാധ്യമങ്ങൾക്ക് അടിമപ്പണി ചെയ്യാൻ കൊടുക്കാതെ ചിന്തിക്കുക, ഉണർന്ന് പ്രവർത്തിക്കുക. നിങ്ങളുടെ ഭാവി ഈ രാജ്യത്താണ്. നിങ്ങളുടെ ഭാവി കൊടും ചൂടിലോ കടുത്ത മഞ്ഞിലോ അല്ല. ഏറ്റവും മികച്ച കാലാവസ്ഥയുള്ള, ഏറ്റവും മികച്ച ജീവിത സാഹചര്യങ്ങളുള്ള നമ്മൾ പിറന്നു വീണ മണ്ണിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങൾക്ക് പുറകിൽ വരുന്ന തലമുറയുടെ ജീവിതത്തെയും സമ്പദ് സമൃദ്ധമാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, ചിന്തിക്കുക, ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കുക. നിങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയക്കാരും മതമേലധ്യക്ഷന്മാരും പറയുന്ന പോളത്തരങ്ങൾക്ക് മുന്നിൽ അടിമപ്പണി ചെയ്യാതെ നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ കണ്ടെത്തുക. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം.